നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. എന്റെ ഏട്ടന്റെ ജീവൻ എടുത്തത് നിങ്ങളുടെ മകനാണെങ്കിൽ പിന്നെ ശിവാനന്ദൻ ഒരു കരുണയും കാണിക്കില്ല. അവനെ തീർത്ത് കളയും ഞാൻ. ശരി, നമുക്ക് പോവാം. ഒഴിഞ്ഞു മാറാൻ അവൻ ശ്രമിക്കും, പക്ഷെ വിടരുത് നമ്മൾ. എന്താ ശിവാനന്ദ, എന്താ വീട്ടിലേക്ക് വരുന്നില്ല, പുറത്തു വെച്ച് കാണണമെന്ന് പറഞ്ഞത്? രഘു സാർ, ഞങ്ങൾക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. കുറച്ച് ഗൗരവമുള്ള കാര്യമാണ്. അത് മുഴുവൻ പറയാൻ നിങ്ങൾ അനുവദിച്ചേ പറ്റൂ. എനിക്ക് മനസ്സിലായില്ല. ഏട്ടന്റെ മരണത്തില് നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഞങ്ങൾക്ക് സംശയമുണ്ട്. എന്റെ ഏട്ടൻ തനിയെ മരിച്ചതല്ല. ഏട്ടന് ശിവാനന്ദൻ എന്തായി പറയുന്നത്? സദാനന്ദേട്ടനോട് ആർക്കാ അങ്ങനൊരു വിരോധം? നിത്യേച്ചോട് ആർക്കാ വിരോധം? അയാൾക്ക് തന്നെ വല്യച്ഛനോടും വിരോധം. വല്യച്ഛനെ ജീവേട്ടൻ ഉപദ്രവിച്ചിരുന്നു. അങ്ങനെയാ വല്യച്ഛ മരിച്ചതെന്നാ ഞങ്ങള് കരുതുന്നത്. രഘുവേട്ട, ഇവരെന്തൊക്കെ ഈ പറയുന്നത്? ശിവാനന്ദ, ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നതല്ലേ? നിത്യ ഉണ്ടായിരുന്നില്ലേ? എന്നിട്ടും രഘുവേട്ട ഇത്... സുജാത, താനൊന്നും മിണ്ടാതിരിക്കെ. ശിവാനന്ദ, ജീവന്റെ പ്രവൃത്തികൾ എല്ലാവരെയും വിഷമിപ്പിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് നിത്യമോളെ. അവന് ചില മാനസിക പ്രശ്നങ്ങളുണ്ട്. അത് ഡോക്ടറെ കണ്ട് പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. പക്ഷേ നിങ്ങൾ പറയുന്നത് പോലെ ഒരാളെ കൊല്ലാനുള്ള മാനസിക കുഴപ്പമൊന്നും അവനില്ല. ഇത് വല്യച്ഛന്റെ മുറിയില് കട്ടിലിനടി ഞങ്ങൾക്ക് കിട്ടിയതാ. ഇങ്ങനൊരു സാധനം അവിടെ വെച്ചിരുന്നോ ആന്റി? പ്രായമായവരുടെയും കുട്ടികളുടെയും മുറിയില് ഇങ്ങനൊരു കാര്യം ആരും വെക്കാറില്ലല്ലോ. സുജാത ഏട്ടന്റെ മുറിയില് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടെന്നല്ലേ പറയാറ്? എന്നിട്ട് നിങ്ങളിത് കണ്ടില്ലേ? അല്ലെങ്കിൽ എന്തിന് നിത്യമോളത് കാണാതിരുന്നേ? എനിക്കറിയില്ല. ഞങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റ് പറ്റിപ്പോയി. ഏട്ടന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിന് മുമ്പ് ഞങ്ങളിത് അന്വേഷിക്കണമായിരുന്നു. പോലീസ് പരാതിപ്പെടണമായിരുന്നു. ശിവാനന്ദ, എന്റെ ഏട്ടന്റെ മൃതദേഹം ചാരമായി ഒടുങ്ങി. അതിൽ നിന്ന് ഇനി എന്ത് വന്നാലും തെളിവെടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ അന്വേഷിക്കും. വല്യച്ഛന്റെ മരണത്തിന് ജീവേട്ടന് പങ്കുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ അയാൾ അനുഭവിച്ചേ പറ്റൂ. അല്ലാതെ വല്യച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല. നോക്ക്, നിങ്ങളുടെ സംശയങ്ങളെ ഞാൻ തള്ളി പറയുന്നതല്ല. സദാനന്ദേട്ടനെ നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിത്യമോളുടെ കാര്യത്തില് അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് പാലിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരവസരം കൂടി നിങ്ങൾ ഞങ്ങൾക്ക് താ. അവനെ ഒന്ന് ഡോക്ടറുടെ അടുത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ. ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ. സുജാതയുടെ കണ്ണീരുണ്ടല്ലോ, അതാണ് ഞങ്ങളെ പലപ്പോഴും തടഞ്ഞു നിർത്തുന്നത്. പിന്നെ ഞങ്ങളുടെ മോൾക്ക് നിങ്ങളോടുള്ള സ്നേഹവും. പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. എന്റെ ഏട്ടന്റെ ജീവൻ എടുത്തത് നിങ്ങളുടെ മകനാണെങ്കിൽ പിന്നെ ശിവാനന്ദൻ ഒരു കരുണയും കാണിക്കില്ല. അവനെ തീർത്ത് കളയും ഞാൻ. നീ ഒന്ന് നിന്നേ. എന്താ ചേച്ചി? ജ്യോതിയെ ഭീഷണിപ്പെടുത്തുന്ന ആളെ കണ്ടുപിടിക്കാൻ ഞാൻ നിങ്ങൾ എല്ലാവരോടും പറഞ്ഞിരുന്നു. നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ? അത് ഞാനും മനു അത് സംസാരിച്ചിരുന്നു. അല്ലാതെ
എനിക്കാരെയും സംശയമൊന്നും പക്ഷേ ഞങ്ങൾക്കൊരാളെ സംശയമുണ്ട്. നിന്നെ. എന്നെയോ? ഇതെന്താണെന്ന് നീ ഞങ്ങളോട് പറഞ്ഞത്? KSRTC സ്റ്റാൻഡിലെ തുരുമ്പില് തട്ടിന്നല്ലേ? ജ്യോതിയെ ഉപദ്രവിക്കാൻ ഒരാൾ ചെന്നപ്പോ ജ്യോതി അയാളുടെ കയ്യിൽ കടിച്ചിരുന്നു. അത് ഈ പാടല്ലേ? ചേച്ചി എന്തൊക്കെ പറയുന്നേ? മനുവിന്റെ കൂടെ ഫുൾ ടൈം നടന്നിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുവോ? നീ ഒന്നും അങ്ങനെയല്ലെന്ന് വിശ്വസിക്കുന്നതാടാ ഞങ്ങൾക്ക് പറ്റുന്ന തെറ്റ്. നീക്ക് എന്താ കരുതിയിരിക്കുന്ന? ജ്യോതിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്നോ? എന്റെ ഭർത്താവ് ജ്യോതിയുടെ ആങ്ങളുടെ പെരുമാറ്റം നിനക്കറിയാലോ. നിന്നെക്കുറിച്ച് ഞങ്ങൾക്കുള്ള സംശയം ആ മനുഷ്യനോട് പറഞ്ഞാലുണ്ടല്ലോ, പച്ചക്കള്ളി നിന്നെ കത്തിച്ചു കളയും. സാറച്ചി, സത്യമായിട്ടും ഇക്കാര്യത്തിൽ എനിക്ക് ഒരു ബന്ധവുമില്ല. തർക്കിക്കാനാണ് നിനക്ക് ഉദ്ദേശമെങ്കില് ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. നിന്നെ ഇപ്പൊ പിടിച്ചു കൊടുക്കും. അറിയാലോ ഇപ്പൊ സ്ത്രീകളെ ഉപദ്രവിച്ചാലുള്ള കേസിന്റെ പോക്ക്. അത് വേണോ? മോനെ, നിന്റെ ഭാഗത്തുനിന്നൊരു തെറ്റ് പറ്റിയതാണെങ്കിൽ അതങ്ങ് സമ്മതിക്ക്. ഇനി അത് ആവർത്തിക്കില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുതാ. എടാ, അവളൊരു പാവ. മനുവിനെ സ്നേഹിച്ചു എന്നൊരു കുറ്റം മാത്രമേ അവള് ചെയ്തിട്ടുള്ളൂ. അത് തന്നെ ഇവൻ കണ്ട കുറ്റം. നിനക്ക് അവളെ ഇഷ്ടായിരുന്നു അല്ലടാ? അത് പിന്നെ ഞാൻ മനു എന്നോട് പറഞ്ഞു. സംശയമുണ്ടോ നിനക്ക്? ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ അവനെ വിളിക്കാം. നിത്യ, താൻ സംസാരിക്കേ, ഞാൻ മനുവിനെ വിളിക്കട്ടെ. സാറച്ചി വേണ്ട. മനു വരട്ടെ. ഇതിന് ഇന്ന് തന്നെ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നതല്ലേടാ. നിങ്ങളൊക്കെ അങ്ങനെ ഒന്നിച്ച് നടക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് നല്ല സന്തോഷായിരുന്നു. എന്നിട്ട് എന്തിനാണ് അവനെ ചതിച്ചത്? ജ്യോതി നടക്കുന്ന വഴിക്ക് ഇനി നിന്റെ നിഴല് പോലും വീഴാൻ പാടില്ല. വീണ ഒരു കറുക്കത്തി എടുത്ത് മുറുകെ പിടിക്കാനുള്ള ആരോഗ്യമൊക്കെ എനിക്ക് എന്തായാലും ഉണ്ട്. എന്റെ ജ്യോതിമോൾക്ക് വേണ്ടിയാവുമ്പോ ഞാനത് ചെയ്യും. സ്വന്തം ആങ്ങളെന്നൊരു തെറ്റ് വന്ന ക്ഷമിക്കേണ്ടവളാ ഞാൻ. അങ്ങനെ തന്നെ ചേച്ചി മോനെ കണ്ടോളാം. ഇനി അവൾ ഉപദ്രവിക്കില്ലെന്ന് പറ. അത് ചേച്ചി, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.